എടാ അപ്പോൾ നമ്മൾ സേ എക്സാമിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം നമ്മൾ ചെയ്തത് ഏത് ചാപ്റ്റർ ആയിരുന്നു? ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അത് കുറച്ച് ലെങ്തി പരിപാടിയായിരുന്നു. അതെന്തിനാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോഡൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ആ വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ നമ്മൾ പാർട്ട് 3 ചെയ്തത് ഈ മോഡൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ്. ഇതാണ് നിങ്ങൾ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യം. ഇതെല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയേ, എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ 3 സെറ്റ് സാധനങ്ങളുണ്ട്. എക്സ്, വൈ, ഇസഡ് ഈക്വൽ ടു ഇട്ടിട്ട് ഒരു നമ്പർ, ഇങ്ങനെ 3 എണ്ണം ഉണ്ടാവും. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗൂഗിളിൽ എന്താണ് +2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് അടിച്ചാൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. അതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. കേട്ടല്ലോ? അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇത് കുറച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വളരെ പതുക്കെ പറയാം. അത് കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കി പോകണം. ഇനി എവിടെയെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്ന് ബാക്ക്വേർഡ് അടിച്ച് ഒന്നുകൂടി കേട്ടങ്ങോട്ട് പോന്നേച്ചാൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ലടാ. നമുക്ക് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, 3x - 2y + 3z = 8, 2x + y - z = 1, 4x - 3y + 2z = 4. ഇവിടെ ഈ എക്സിലും വൈയിലും ഇസഡിലും എഴുതിയിരിക്കുന്ന 3 ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോൾവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം, ഇസഡ് കണ്ടുപിടിക്കണം. എടാ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളണം. ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എടുത്ത് എഴുതണം. എങ്ങനെയാണ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിൻ്റെ കൂടെ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. അതിൽ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ 3 എഴുതി. അടുത്തത് വൈയുടെ കൂടെ നിൽക്കുന്ന നമ്പർ മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ചേർത്ത് എടുത്തോളണം, -2. ഇസഡിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ ഏതാണ്? 3. അത് 3 എഴുതി. അത്രയും മതി. എക്സിൻ്റെ കൂടെ, വൈയുടെ കൂടെ, ഇസഡിൻ്റെ കൂടെ. എന്നിട്ട് അടുത്തത് വരിക. എക്സിൻ്റെ കൂടെ എത്രയാണ്? 2. വൈയുടെ കൂടെ എത്രയാണ്? 1. ഒന്നുമില്ലെങ്കിൽ വൈ എത്രയാണ്? 1. ഇസഡിൻ്റെ കൂടെ ഒരു മൈനസ് കിടപ്പുണ്ട്. വെറും മൈനസ് കിടക്കുന്ന കാരണം അതെന്താണ്? -1. ഇവിടെ എക്സിൻ്റെ കൂടെ എത്രയാണ്? 4. ഇവിടെ വൈയുടെ കൂടെ എത്രയാണ്? -3. ഇസഡിൻ്റെ കൂടെ എത്രയാണ്? 2. അപ്പോൾ നമ്മൾ എന്താ എഴുതിയത്? എ എന്നും പറഞ്ഞ് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കൂടെയുള്ള നമ്പറുകൾ എടുത്ത് എഴുതി. ഇനി അടുത്തത് ബി എന്നും പറഞ്ഞ് വേറൊരു മെട്രിക്സ് എഴുതണം. ആ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എടാ ഈക്വൽ ടു കഴിഞ്ഞു കിടക്കുന്ന നമ്പറില്ലേ, ഏതൊക്കെയാണ്? 8, 1, 4. ഈക്വൽ ടു കഴിഞ്ഞ് എഴുതിയേക്കുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 8 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്. അത് 3 എഴുതുക. ഏതൊക്കെയാണ്? 8, 1, 4. അത് 3 എഴുതുക. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? എയും ബിയും എഴുതി കഴിഞ്ഞാൽ പിന്നെ എക്സ് എന്നും പറഞ്ഞ് നമ്മളൊരു മെട്രിക്സ് എഴുതുവാണ്. ഈ ബി പോലെ തന്നെ എക്സ് എന്നും പറഞ്ഞൊരു മെട്രിക്സ് എഴുതുവാണ്. അതിൻ്റെ അകത്ത് വരേണ്ടത് ഇവിടെ ഏതൊക്കെ ലെറ്ററുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, അത് താഴത്തേക്ക് എഴുതുക. കൃത്യം ഓർഡറിൽ തന്നെ എഴുതണം. എക്സ്, വൈ, ഇസഡ്. ആദ്യം എക്സ്, പിന്നെ വൈ, പിന്നെ ഇസഡ്. ഓക്കെ അല്ലേ? ഇത് 3ഉം എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിച്ചോളണം. ഇനി നോക്കേണ്ടത് എടാ ഇവിടെ നമുക്കൊരു എ ഇല്ലേ? ആ എ ഞാൻ എടുത്ത് എഴുതുവാണ്. എ മാത്രം കേട്ടാ. എ മാത്രം. എ എത്രയാണ്? 3 - 2 3, 3 - 2 3. അടുത്തത് 2 1 - 1, 2 1 - 1. അടുത്ത എത്രയാണ്? 4 - 3 2, 4 - 3 2. ഓക്കെ അല്ലേ? എ എടുത്ത് എഴുതി. ഇനി ഇവിടെ എന്താണോ എ, ആ എയുടെ ഡിറ്റർമിനന്റ് കാണുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ എയുടെ ഡിറ്റർമിനന്റ് കാണുക. എങ്ങനെയാ ഡിറ്റർമിനന്റ് കാണുന്നത്? എയുടെ ഫസ്റ്റ് നമ്പർ എടുക്കുക, 3. ആ 3 ഇരിക്കുന്ന റോയും കോളവും മാറ്റുക. എന്നിട്ട് ആ നമ്പറുകൾ എടുത്തെഴുതുക. 1 - 1, പിന്നെ ഏതാണ്? -3 2. അടുത്തത് രണ്ടാമത്തെ നമ്പർ എന്താണോ അതിൻ്റെ സൈൻ മാറ്റി എഴുതുക. അവിടെ -2 ആണ്, നമ്മളത് +2 ആക്കി. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടി? അതിൻ്റെ റോയും കോളവും മാറ്റുക. അപ്പോൾ 2 - 1 4 2 എന്ന് വരും. 2 - 1 4 2.
കേട്ടല്ലോ. ഇനി മൂന്നാമത്തെ നമ്പർ എന്താണോ അത് അതുപോലെ തന്നെ എഴുതുക. +3 അല്ലേ, ആ +3 ഞാൻ എഴുതി. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ റോയും കോളവും മാറ്റുക. 2 1 4 -3 2 1 4 -3. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യുക, സിമ്പിൾ പരിപാടി. ഇനി മറ്റേ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് ചെയ്തേച്ചാൽ മതി. 3 അതുപോലെ തന്നെ എഴുതി. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ഇതിങ്ങനെ കുടിക്കണം അല്ലേ. 2 × 1 എത്രയാണ് 2. കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കണം, -3 × 1 ചെയ്യണം. -3 × -1 എത്രയാണ്, 3 × 1 3 ആണ്. മൈനസും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് ആവും, അപ്പം 3. അടുത്തത് +2 എങ്ങനെയാണ്, 2 × 2 ചെയ്യുക, എത്രയാണ് 4. മൈനസ് എന്താണ് ഇവിടെ 4 × -1 ആണ്. അപ്പോൾ എന്ത് വരും ഇവിടെ, -4. ഓക്കെ അല്ലേ. +3 എങ്ങനെ വരും, 3 × -2 -3 × 2 എത്രയാണ് -6. കുറയ്ക്കണം. 4 × 1 എത്രയാണ് 4. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതേ നോക്കിയോ, 3 × ഇവിടെ 2 - 1 അതുപോലെ തന്നെ ഒന്നും ചെയ്യാനില്ല അല്ലേ. 2 - 3 അതുപോലെ തന്നെ ഒന്നും ചെയ്യാനില്ല. +2 × ഇവിടെ 4 ഈ മൈനസും മൈനസും കൂടി ചേർന്ന് എന്താവും ഇവിടെ പ്ലസ് ആവും. അത് അതുപോലെ തന്നെ അവിടെ +3 × -6 -4 അതുപോലെ തന്നെ. ഇനി ആ ബ്രാക്കറ്റിലുള്ളതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. നോക്കിയോ, 3 × 2 -3ൻ്റെ ആൻസർ എത്രയാണ് -1. അടുത്തത് +2 × 4 + 4 എത്രയാണ് 8. അടുത്തത് +3 × -6 -4 എത്രയാണ് -10. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. 3 × 1 എത്രയാടാ -3 അല്ലേ. നമ്മൾ മൾട്ടിപ്ലിക്കേഷനുകൾ മാത്രം ചെയ്യുവാണ്. 3 × -1 -3 പ്ലസ്. അടുത്തത് 8 × 2 എത്രയാണ് 16 +16. അടുത്തത് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് എത്രയാണ് -10 × 3 എത്രയാണ് 30. ഇനി ഇതിൻ്റെ ആൻസർ എഴുതുവാണ്. -3 + 16 ആൻസർ എത്ര വരും 13 എന്ന് വരും. 13 -30 ആൻസർ എത്രയാണ് -17. ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ ഒറ്റയടി അങ്ങ് പഠിച്ചാൽ മതി. -3 + 16 -30 എന്ന് പറയുമ്പോൾ ഒറ്റയടി -17 വരും. അങ്ങനെ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. എന്താണ്, ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ചു. ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ എയുടെ തന്നെ എ ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതുവാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ കഴിയാത്ത കാരണം 3 - 2 3 3 -2 3 2 1 -1 2 1 -1 4 -3 2 4 -3 2. ഇനി നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിച്ചത്, ആ എയുടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. ഇനി ഈ എയുടെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്താണ് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ അറിയാൻ പാടില്ലാത്തവർ ശ്രദ്ധിച്ചോ, ഒന്നുമില്ല, സിമ്പിളാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അഡ്ജോയിൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അഡ്ജോയിൻ്റിനെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അഡ്ജ് എ. കേട്ടല്ലോ, അഡ്ജോയിൻ്റ് എ. ഈ എയുടെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം. സിമ്പിൾ പരിപാടിയാണ്, ശ്രദ്ധിച്ചോളണം. ഈ എ ഇല്ലേ, അത് ഞാൻ ഒരു തവണ എടുത്ത് എഴുതുവാണ്. 3 -2 3. അടുത്ത എത്രയാണ് 2 1 -1. അടുത്ത എത്രയാണ് 4 -3 2. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഇനി എ തന്നെ ഒരു തവണ കൂടി ഞാൻ ഇപ്പുറത്ത് എഴുതുവാണ്. 3 -2 3 2 1 -1 4 -3 2. ഇനി എ തന്നെ ഞാൻ ഒന്നുകൂടി എഴുതുവാണ്. 2 തവണ എഴുതി, ഒരു തവണ കൂടി എഴുതുവാണ്. 3 -2 3 2 2 1 -1. അടുത്തത് വീണ്ടും എത്രയാണ്, ഒരെണ്ണം കൂടി വരും. 4 -3 2. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടി എഴുതാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഒരെണ്ണം കൂടി എഴുതണ്ടേ, ഒരെണ്ണം കൂടി എഴുതണം. 3 -2 3. അടുത്ത എത്രയാണ് 2 1 -1. അടുത്തത് 4 -3 2. നോക്കിയടാ, ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എത്ര എണ്ണം എഴുതി, 4 എണ്ണം എഴുതി. 4 എണ്ണം എഴുതിയിട്ട് നമ്മൾ ഈ അറ്റത്തുള്ള ഏറ്റവും അറ്റത്ത് വരുന്ന ഈ നമ്പറുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഏറ്റവും അറ്റത്ത് വരുന്ന നമ്പറുകൾ കട്ട് ചെയ്തു. ഇനി ആ നമ്പർ എടുക്കരുത്. എന്താണ്, ഈ ഏറ്റവും അറ്റത്ത് വരുന്ന നമ്പറുകൾ നമ്മൾ കട്ട് ചെയ്തു. ഇനി ആ നമ്പർ എടുക്കരുത്. ഇനി ആ നമ്പർ ഒരു കാര്യത്തിനും എടുക്കരുത്. ആ നമ്പർ നമുക്ക് വേണ്ട. കേട്ടല്ലോ, ആ നമ്പർ നമുക്ക് വേണ്ട. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്,
നമ്മൾ മറ്റേ 2/2 ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കില്ലായിരുന്നോ? എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2, 3, 5, 6 ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന? 6 × 2 ചെയ്യും 12 മൈനസ് ഇടണം 3 × 5 ചെയ്യും എത്രയാണ്? 15. അപ്പോൾ -3 കിട്ടും അല്ലേ? ഈ ഒരു രീതിയിൽ ഇതിൻ്റെ അകത്തുള്ള ഓരോന്നും നമ്മൾ കണ്ടുപിടിച്ച് എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 നമ്പർ കണ്ട ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. അപ്പം നോക്കിയേ 2 × 1 എത്രയാണ്? 2. കുറയ്ക്കാനുള്ള ചിഹ്നം ഇട്ടു. ഇനി ഇങ്ങനെ ഏതാണ്? -3 × -1 അപ്പോൾ എത്രയാണ്? +3 കിട്ടും. അപ്പോൾ 2 - 3 ആൻസർ എത്രയാണ്? -1. ശ്രദ്ധിച്ചോളണം. അത് നമ്മളിത് ആദ്യത്തെ പൊസിഷനിൽ നിന്നല്ലേ എടുത്തത്, അതിവിടെ ആദ്യത്തെ പൊസിഷനിൽ എഴുതിക്കൊള്ളണം. ഇനി അടുത്ത 2 നമ്പറുകൾ ഇതുപോലെ ചെയ്യുക. നോക്ക് 4 × -1 ആൻസർ എത്രയാണ്? -4. അടുത്തത് നോക്ക് 2 കുറയ്ക്കാനുള്ള ചിഹ്നം ഇട്ടു. 2 × 2 എത്രയാണ്? 4. ആൻസർ എത്രയാടാ? -8 എന്ന് വരും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്ഥലത്ത് -8. അടുത്ത വീണ്ടും ഇതുപോലെ തന്നെ -3 × 2 -6. കുറയ്ക്കാനുള്ള ചിഹ്നം ഇട്ടു. അടുത്ത എത്രയാണ്? 4 × 1. അപ്പോൾ ആൻസർ എത്ര വന്നു? -10. അപ്പോൾ ഇവിടെ എത്ര വന്നു? -10. അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി അടുത്ത 2 എണ്ണം ഇത് 2 എണ്ണം എടുത്തോ. പറ. 3 × -9 കുറയ്ക്കണം. എത്രയാണ് കുറയ്ക്കേണ്ടത്? -2 ശ്രദ്ധിച്ച് -2 × 2 എന്ന് പറയുമ്പോൾ -4 ആവും. -4 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചേടാ, ആ ഒരു മൈനസും ഈ മൈനസും കൂടി ചേർന്ന് +4 ആയി. ആൻസർ എത്രയാണ്? -5. അപ്പോൾ ഇവിടെ എത്ര വന്നു? -5. ഇനി ഇത് 2 എണ്ണം എടുക്കുക. 3 × 2 എത്രയാണ്? 6 അല്ലേ? 3 × 2 എത്രയാണ്? 6. കുറയ്ക്കാനുള്ള ചിഹ്നം ഇട്ടു. ഇനി അടുത്ത ഏതാടാ? 3 × 4 എത്ര വരും? 12. 6 - 12 എത്രയാണ്? -6. 6 - 12 എത്രയാണ്? -6. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര എഴുതി? -6. അടുത്ത 2 എണ്ണം എഴുത്. ശ്രദ്ധിച്ചോ. -2 × -4 എത്രയാണ്? -8. കുറയ്ക്കണം. എത്രയാണ്? 3 × -3 അപ്പോൾ എത്ര വരും ഇവിടെ? -9 എന്ന് വരും. ആ മൈനസും കൂടി ചേർന്ന് ഇവിടെ +9 ആവും. ആൻസർ എത്രയാണ്? 1. ഓക്കെ അല്ലേ? അടുത്ത 2 എണ്ണം തെറ്റിക്കരുത്. -2 × -1 ആൻസർ എത്രയാണ്? 2. കുറയ്ക്കണം. എത്രയാണ്? 1 × 3. 2 - 3 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? -1. അടുത്തത് ഇത് 2 എണ്ണം. 3 × 2 എത്രയാടാ? 6. കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? -1 × 3 അപ്പോൾ -3 ആണ്. അപ്പോൾ +3 ആവും. ആൻസർ എത്രയാണ്? 9. ലാസ്റ്റ് വൺ 1 × 3 3. അടുത്തത് കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 2 × -2 അപ്പോൾ -4 ആണ്. അപ്പോൾ +4 എന്ന് എഴുതി. ആൻസർ എത്രയാണ്? 7. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടി. ഇതല്ല നമുക്ക് വേണ്ടത്. ഇത് തിരിച്ചെഴുതണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ശ്രദ്ധിച്ചോളണം. തിരിച്ചെഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തെഴുതണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ -1 -8 -10 നേരെയല്ലേ, അത് താഴത്തേക്ക് എഴുതണം. -1 -8 -10. -5 -6 1 നേരെയല്ലേ, അത് താഴത്തേക്ക് എഴുതണം. -5 -6 1 ഇത് നേരെയല്ലേ. -1 9 7 താഴത്തേക്ക് എഴുതി. ഇതാണ് അഡ്ജോയിൻ്റ് എയുടെ അഡ്ജോയിൻ്റ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇത് പറയുമ്പോൾ സുഖമാണ്. ഇതെടുത്ത് 4 എണ്ണം എഴുതി അറ്റത്തുള്ള വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ ചെയ്ത് ഒരെണ്ണം എഴുതി. അത് നേരെ തിരിച്ച് എഴുതിയപ്പോൾ അഡ്ജോയിൻ്റ് ആയി. എന്തായി? അഡ്ജോയിൻ്റ് ആയി. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കണ്ടുപിടിച്ചു? നമുക്ക് ആദ്യം എ ഉണ്ടായിരുന്നു അല്ലേ. എ ഉപയോഗിച്ച് നമ്മൾ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് അഡ്ജോയിൻ്റ് എ കണ്ടുപിടിച്ചു. ശ്രദ്ധിച്ചോളണേ അഡ്ജോയിൻ്റ് എയും കണ്ടുപിടിച്ചു. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ എയുടെ, ശ്രദ്ധിച്ചോളണം, ഈ എയുടെ ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സ് എന്താണ്? എയുടെ ഇൻവേഴ്സ് ആണ്. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അഡ്ജോയിൻ്റ് എയിനെ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് കണ്ടുപിടിക്കാനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അഡ്ജോയിൻ്റ് എയും ഡിറ്റർമിനൻ്റ് എയും കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്? അഡ്ജോയിൻ്റ് എയിനെ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം.
എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ എന്താണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എത്രയാണ്? ദേ -1 -5 -1 -1 -1 -5 -1 അടുത്തത് -8 -6 -9 -8 -6 9 -10 -1 7 -10 -1 7 അഡ്ജോയിൻ്റ് എ ആയി. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഡിറ്റർമിനൻ്റ് കൊണ്ട്. ഡിറ്റർമിനൻ്റ് ഏതാണ്? ഇതിനു മുമ്പ് കണ്ടുപിടിച്ചു. എത്രയാണ്? -17. ആ -17 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കേട്ടല്ലോ. ഇനി നമ്മളൊരു ഭംഗിക്ക് വേണ്ടി നോക്കിയേ, നീറ്റായിട്ട് എഴുതാൻ വേണ്ടി എ ഇൻവേഴ്സ് ഈക്വൽ ടു, ശ്രദ്ധിച്ചേ, നീറ്റായിട്ട് എഴുതാൻ വേണ്ടി എ ഇൻവേഴ്സ് ഈക്വൽ ടു ഈ എ ഇൻവേഴ്സ് ഒന്ന് നീറ്റായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1/, എന്തോ സാധനത്തിൻ്റെ ബൈ അല്ലേ -17 ഉള്ളത്, അത് ഞാൻ സൈഡിലേക്ക് മാറ്റി എഴുതുവാണ്. 1/-17 അല്ലേ? എന്നിട്ട് ഈ മൈനസ് എവിടെ കൊടുക്കാം? ഈ മൈനസ് ഞാൻ മേളിൽ കൊടുക്കുവാണ്. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ. 1/-17 എന്നും പറഞ്ഞ് ഞാൻ സൈഡിൽ എഴുതി. എന്നിട്ട് ആ മെട്രിക്സ് എടുത്ത് എഴുതുവാണ്. -5 -1 -5 -1 എല്ലാം മൈനസ് ആയിരുന്നോ? -8 -6 -9 -10 1 7. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം എ ഉണ്ടായിരുന്നു, പിന്നെ എന്ത് കണ്ടുപിടിച്ചു? ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ചു, പിന്നെ എന്ത് കണ്ടുപിടിച്ചു? അഡ്ജോയിൻ്റ് എ കണ്ടുപിടിച്ചു, പിന്നെ ഇപ്പം എന്ത് കണ്ടുപിടിച്ചു? എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഇനി കഴിഞ്ഞു. ആൻസറായി. ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് ലെങ്തിയാണ്. 6 മാർക്കിന് വരെയും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. 6 മാർക്കിന് വരെ എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് വിട്ടുകളയത്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വെറുതെ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഒരു 5 or 6 ചോദ്യങ്ങൾ ചെയ്താൽ ഇത് പക്കയാവും. കേട്ടല്ലോ. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് വരെ ആയിക്കഴിഞ്ഞാൽ നമുക്കുള്ള ആൻസർ ആവും. എ ഇൻവേഴ്സ് വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയേ, നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം മെട്രിക്സ് കൊടുത്തപ്പോൾ x = XYZ എന്നും പറഞ്ഞാണ് കൊടുത്തത് അല്ലേ? ഈ എക്സ് എന്ന് പറയുന്ന ഈ മെട്രിക്സ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് XYZ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് കണ്ടുപിടിക്കേണ്ടത് എ ഇൻവേഴ്സിനെ ബി കൊണ്ട് ഗുണിച്ചാണ്. എന്താണ്? എ ഇൻവേഴ്സിനെ ബി കൊണ്ട് ഗുണിച്ചാണ് എക്സ് കണ്ടുപിടിക്കേണ്ടത്. കേട്ടല്ലോ. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് ഗുണിക്കുക. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചോളണം. എ ഇൻവേഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു. -1/17 ഇൻറ്റു എന്താണ്? -1 -5 -1 -8 -6 -9 -10 1 7. ഇതാണ് എ ഇൻവേഴ്സ്. ഇതിനെ ബി കൊണ്ട് ഗുണിക്കുക. എവിടെ ബി എവിടെ? ബി നമ്മൾ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനം എത്രയാണ്? 8 1 4. അതെടുക്കുക. എത്രയാണ്? 8 1 4. ഇത് രണ്ടും കൂടി ഗുണിക്കണം. ഇനി ഗുണിക്കാൻ അറിയാൻ പാടില്ലാത്തവർ ശ്രദ്ധിച്ചോ, നമ്മൾ ഗുണിക്കാൻ പോവുകയാണ്. ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഓർഡർ എന്താണ്? 3/3 ആണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 3/1 ആണ്. ഗുണിക്കാൻ പറ്റുമോ? ഇവിടെ നോക്ക്, 3/3 എന്ന് പറയുന്ന ഒരു മെട്രിക്സും 3/1 എന്ന് പറയുന്ന ഒരു മെട്രിക്സും ഗുണിക്കാൻ പറ്റുമോ? ഗുണിക്കാൻ പറ്റും. ഇത് രണ്ടും ഈക്വൽ ആയാൽ മതി. ഉത്തരം കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഈ 3/1 ആണ്. അതായത് ഉത്തരം കിട്ടാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളണം, എന്താണ്? ഇതുപോലെ തന്നെ ഒരു മെട്രിക്സ് ആണ്. ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും, ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും, ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും. ശ്രദ്ധിച്ചോളണം. ഈ -1/17 ഞാൻ അതുപോലെ തന്നെ ഇപ്പുറത്ത് എഴുതി. ഇത് രണ്ടും കൂടി ഗുണിച്ചാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം. ആദ്യത്തെ റോ ഞാൻ ഇങ്ങോട്ട് എടുത്തു. അത് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതുവാണ്. -1 -5 -1. എന്നിട്ട് ഇതിനെ എല്ലാത്തിനെയും ഇതുകൊണ്ട് ഗുണിച്ച് ആദ്യത്തെ സ്ഥലത്ത് എഴുതും. നോക്കിയേ, -1 × 8 -8 -5 -1 -5 -1 × 4 -4. ഓക്കെ ആയി. അപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടി, വെട്ടിക്കളഞ്ഞു. അടുത്ത രണ്ടാമത്തെ എടുത്തു. -8 -6 -9 -8 -6 9 അല്ലേ? ഗുണിക്കാം. -8 × 8 -64 -6 × 1 -6 9 × 4 +36. ഓക്കെ അല്ലേ? അടുത്തത് അവസാനത്തത് -10 1 7 അല്ലേ? അതെടുത്ത് ഇങ്ങനെ എഴുതുക. -10 1 7 -10 × 8 -80 1 × 1 +1 7 × 4
പ്ലസ് 28. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? ഇതേ ശ്രദ്ധിച്ചോളണം, -1/7, 1/17. അത് അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയടാ, -8, -5, -4. കാൽക്കുലേറ്ററിൽ അടിച്ചോ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? -17 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കി, -64 -6 കൂടി കൂട്ടുമ്പോൾ -70 എന്ന് കിട്ടും. -70 + 36, -70 + 36 ചെയ്യുമ്പോൾ -34 എന്ന് ആൻസർ കിട്ടും. കേട്ടല്ലോ? അടുത്തത് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, -80 അതുപോലെ തന്നെ ഇരിക്കട്ടെ. 28 ഒന്നും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 29 എന്ന് കിട്ടി. ഈ -80 + 29 എങ്ങനെ കിട്ടിയത്? -80 + 29 എന്ന് കിട്ടും. 28ഉം ഒന്നും കൂടി കൂട്ടുമ്പോൾ 29. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു, ഒരു പ്രശ്നവും ഇല്ല. ആൻസർ എത്ര കിട്ടും? -80 നിന്ന് 20 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? -60 ആവും. 60 നിന്ന് ഒരു 59 കൂടി പോയി കഴിഞ്ഞാൽ, അല്ല, ഒരു 9 കൂടി പോയി കഴിഞ്ഞാൽ എത്രയാണ്? -51. കേട്ടല്ലോ? -51. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ആൻസർ നമുക്കായി. നോക്കിയേ, ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തപ്പോൾ ഈ മൈനസ് പോയി. അതിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തപ്പോൾ ആ മൈനസ് പോയി. 34 17 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 ആയി. ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തപ്പോൾ മൈനസ് പോയി. 51 17 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 ആയി. ഇതാണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ XYZ അല്ലായിരുന്നോ? അപ്പോൾ ഈ കിട്ടിയ ഉത്തരങ്ങളാണ് XYZ. എക്സ്, വൈ, ഇസഡ്. എക്സ് എത്രയാണ്? ആദ്യത്തത് 1. വൈ എത്രയാണ്? 2. ഇസഡ് എത്രയാണ്? 3. ഈ ഒരു മോഡലിൽ ചെയ്യണം. ഒരുപാട് ചെയ്യാനുണ്ട്. നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കേട്ടല്ലോ? അപ്പോൾ ചെയ്ത ഓർഡർ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതേ ശ്രദ്ധിച്ചേ. എങ്ങനെയായിരുന്നു? ആദ്യം നമുക്ക് ഇപ്പോൾ 4x + 3y + 7z = 2, 3x + 2y + 8z = 11, 3x + 8z + 1z = 10. ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എ എടുത്ത് എഴുതണം. എ എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? ഈ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കൂടെ നിൽക്കുന്ന നമ്പറുകൾ. അത് കഴിഞ്ഞ് ബി എടുത്ത് എഴുതണം. ബി എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? ഇപ്പുറത്ത് വരുന്ന നമ്പർ. അത് കഴിഞ്ഞ് എക്സ് എടുത്ത് എഴുതണം. എക്സ് എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? ഇവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്ററുകൾ ഏതാണോ അത്. ഇനി എന്ത് ചെയ്യണം? ഈ എയുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ എയുടെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ ഉണ്ട്, അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ. അതിനാണ് ഈ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ഇത് രണ്ടും കണ്ടുപിടിച്ചത്. കേട്ടല്ലോ? എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. എക്സ് കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് ഗുണിച്ചാൽ മതി. കേട്ടല്ലോ? ഇതാണ് ഓർഡർ. ഇത് ഒറ്റയടിക്ക് മനസ്സിലാവില്ല. ഒരു 5ഓ 6ഓ ചോദ്യങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി.